ധീരന്റെ കഥ ഡിസ്കസ് ചെയ്യാൻ കേൾക്കാന്നൊക്കെ പറഞ്ഞല്ലേ വിളിപ്പിച്ചത്. പിന്നെന്താ സ്റ്റുഡിയോയിൽ എന്താ പരിപാടി? അതാ എനിക്ക് മനസ്സിലാവാത്ത. ചിയേഴ്സ് എന്റർടൈൻമെന്റിന്റെ പടമാണ് ദേവദത്ത് ഷാജി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നു. ഇത്ര എനിക്ക് അറിയാൻ പാടുള്ളൂ. ടൈറ്റിൽ ക്യാരക്ടർ ധീരൻ ഞാനാണ്, അശ്വതിയാണ് എൻ്റെ നായിക. അത്ര എനിക്കറിയാം. അത്രേ അറിയാല്ലേ? കംപ്ലീറ്റ് യൂത്ത് പരിപാടിയാന്നാ കേട്ടെ. കുറച്ച് കാലമായി ഒരു യൂത്ത് പരിപാടിയിൽ അഭിനയിച്ചത്. പൊളിക്കാം നമുക്ക്. പൊളിക്കാം. പിന്നെ മാറിപ്പോയി. ഇതല്ല. ഇതന്നെ ജഗദീഷ്. ഓ യോ കേട്ടാ, ഇയാള് 10-40 വർഷമായല്ലോ പുള്ളി. കാരണം മഴയടക്കാൻ പറ്റാത്ത അവസ്ഥയല്ല മലയാള സിനിമയിൽ. ഇല്ല, വല്ല അച്ഛൻ്റെയോ അമ്മാവൻ്റെയോ റോൾ ചെയ്ത് പോയി. അതന്നെ, രാജേഷിന്റെ അമ്മാവന്റെ ആയിരിക്കും. ദേ മനോജ് കെരിയൻ ചേട്ടൻ. അയ്യോ, ഇയാളെന്താ ഇവിടെ? അഭിനയിക്കാനൊന്നും ആയിരിക്കില്ല. പുള്ളി റീൽസ് ഒക്കെ എടുത്ത് സെൽഫി ഒക്കെ എടുത്ത് പാട്ടൊക്കെ പാടി പോയിക്കോളും. അശോകൻ ചേട്ടൻ നീരുണ്ടല്ലേ? അഴകേ. ദേ സുധീഷ് ചേട്ടൻ. അങ്ങേര് കോളേജിൽ പഠിക്കുന്ന നായകന്റെ കൂട്ടുകാരനായിരിക്കും. ഡയറക്ടർ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു ഈ സൈഡ് റോളിനെ കുറച്ച് പുതിയ പിള്ളേർ വരുന്നുണ്ടോ. കഥയൊന്നും കേട്ടില്ലേ? ഞങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു. പോരാത്തന്നെ ഇത് മേക്കപ്പും കോസ്റ്റ്യൂമാ. ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. ഓഹോ, വിനീതേട്ടനുണ്ട്, തിരക്കാരൻ വരാൻ പറ്റിയില്ല. നിങ്ങൾ പേടിക്കണ്ട, ഇതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരുപാട് ഒഴിവുണ്ട്. അല്ല ചേട്ടന്മാരെ, നിങ്ങൾക്ക് പടം മാറിപ്പോയതല്ലല്ലോ. ധീരൻ യുവതാരങ്ങളുടെ സിനിമയാണെന്നാണ്. അതെ, യുവതാരങ്ങളുടെ സിനിമയാണ്.